ഇവിടെ ഇങ്ങനെ ആയിട്ട് 4-ാം ദിവസം ഒരു 20-30ഓളം ആന വരും. കുറേ കുട്ടികളെയും കൊണ്ടുവന്ന് വലിയ ശല്യമാണ്. ആന കാരണം ജീവിക്കാനൊക്കാത്തൊരവസ്ഥയാണ്. ഇവിടുന്ന് കളഞ്ഞിട്ട് പോകുമല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഉള്ള റബ്ബറുകളും തെങ്ങും അടയ്ക്കാമരവും മുഴുവൻ വൃക്ഷങ്ങളും ചവിട്ടി ഓടിച്ച് കൊച്ചുങ്ങളെ കൊണ്ട് ഇവിടെ ജീവിക്കാനൊക്കാത്തൊരു സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 4-ാം ദിവസം കാണാൻ ആന പോയി കഴിഞ്ഞപ്പോഴത്തേന് കുറേ പോത്ത് ഇങ്ങനെ ഇവിടെ കുരങ്ങ് ശല്യം കാരണം അതങ്ങനെ ഭക്ഷണം പോലും വെച്ച് വയ്ക്കാൻ ഒക്കത്തില്ല. ഡേയ് എല്ലാം ഒന്ന് പിറക്കിയെടു. ഇതൊക്കെ ഇട്, ഇതെല്ലാം അങ്ങോട്ടിട്. ഈ കൊച്ചു പിള്ളേരെ കളിപ്പാട്ടവും ഇതൊക്കെ ഇട്. ഇതൊക്കെ പിറക്ക്. അടുത്തതും കൂടെ എടുത്തോണ്ട് വാ. 40 കൊല്ലം കൊണ്ട് കാട്ടിലേക്ക് കിടക്കുകയില്ലേ, പിന്നെ ഇനിയെങ്കിലും അക്കരെ കയറി പോവാം. നമുക്ക് ഇവിടെ ജീവിക്കാൻ വയ്യ മക്കളെയും കൊണ്ട്. ആനക്കാട്ടിനകത്ത് ആനയെ കാരണം അവന് പേടി. എത്ര ദിവസം അച്ഛനെയും മോനെയും ഓട്ടിച്ചിട്ടുണ്ട്. ഇവിടെ വരെ വന്ന് സഖിയിട്ട് എല്ലാവരും പോയി. ഇത് നമ്മളാണ് അവസാനം. 5000 രൂപ വാടകയ്ക്ക് പോയിരുന്നാലും സാരമില്ല. അല്ല ഇവിടെ കൃഷി ചെയ്യാനും ജീവിക്കാനും ഒന്നും നോക്കൂല. ആനയും പുലിയും കടുവയും എല്ലാ ശല്യവും ജീവനെ പേടിച്ചേ പറ്റൂ. പൈസ തരാൻ നമ്മളെ കയ്യിൽ നിന്ന് പേപ്പർ ഭാഗങ്ങൾ ഇവർ വാങ്ങിയിട്ട് 5 വർഷമായി. 2020 മേടിച്ചതാ. എഗ്രിമെന്റ് വരെ ഒപ്പിട്ടതാ. ഞങ്ങൾക്ക് 3 യൂണിറ്റ് പൈസ 45 ലക്ഷം രൂപ തരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റ് ചതുപ്പുകളിലും മറ്റ് പ്രദേശങ്ങളിലും കൊടുക്കുകയും ചെയ്തങ്ങനെ. റവന്യൂക്കാർ ഒരു വിധത്തിൽ പേപ്പർ തരൂല. 80 വാങ്ങിയ വസ്തുവിൻ്റെ പട്ടയം ആണ് ആവശ്യപ്പെടുന്നത്. പട്ടയത്തിന് നമ്മളെവിടെ പോവും? താലൂക്കിൽ അപേക്ഷ കൊടുത്ത് മടുത്ത്. എങ്ങനെയെങ്കിലും അക്കരെ കയറണം. വയ്യാത്ത ആളിനെയും വെച്ചോണ്ട് എനിക്കും വയ്യ. മക്കൾ കൂടില്ലെങ്കിൽ ഒന്ന് വയ്യെങ്കിൽ കൊണ്ടുപോകാൻ പോലും ആരുമില്ല. ഈ ചേട്ടനാണ് സമ്മതിക്കാഞ്ഞാലേ എന്നേ നമുക്ക് അക്കരെ കയറാൻ. നമ്മൾ വയസ്സായെന്ന് അറിഞ്ഞപ്പോഴാണ് പോകണമെന്നുള്ള ഒരു മനസ്സുണ്ടായത്. ആനയെ പേടിക്കുവോ, അല്ലെ പുലിയെ പേടിക്കുവോ, പോത്തിനെ പേടിക്കുവോ? 40ലധികം വർഷങ്ങളായി താമസിച്ചിരുന്ന ഭൂമി വിട്ടു പോകേണ്ടി വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ആ ദുരവസ്ഥയാണ് ഈ രണ്ടുപേരും പറഞ്ഞത്. പ്രസന്നൻ, സുമതി ഇരുവരും കുളത്തൂപ്പുഴയിലെ ഡാലിയിൽ താമസിച്ചവരാണ്. 2 മക്കളുണ്ട്. അവർക്ക് വലിയ ജോലിയൊന്നുമില്ല. ഇവരുടെ ഭൂമി ഏറ്റെടുക്കാമെന്ന് സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നതാണ്. അതിന് 2020 അതിനുള്ള അപേക്ഷ നൽകി. ഇതുവരെ അവർക്കുള്ള പണം കൈമാറാൻ സർക്കാരിന്റെ ഭാഗത്ത് നടപടി ഉണ്ടായില്ല. രാത്രി കാലങ്ങളിൽ ആനയും പുലിയും കടുവയും അടക്കമുള്ള എല്ലാ വന്യമൃഗങ്ങളും, കാട്ടുപോത്തടക്കമുള്ള എല്ലാ വന്യമൃഗങ്ങളും വന്ന് അവരുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുക. 2 പേരും രോഗികളാണ്. രാത്രി ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആശുപത്രിയിലേക്ക് പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് പൈസ ഇല്ലെങ്കിൽ പോലും കടവും വാങ്ങിച്ച് നേരെ ഒരു വാടക വീട്ടിലേക്ക് മാറാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്ന. അടുത്ത ആഴ്ച ഇവിടെ നിന്ന് പോകാൻ തയ്യാറെടുക്കുന്ന ആൾക്കാരാണ്. വന്യമൃഗശല്യം മൂലം ബുദ്ധിമുട്ടുന്ന, ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന 2 വ്യക്തികൾ, അവരുടെ കുടുംബത്തിന്റെ കഥയാണിത്. ക്യാമറമാൻ ഷാനവാസ് പരിതിരൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.